കടവത്തൂർ VVP സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. ബഷീർ ദിനത്തോടനുബന്ധിച്ച് എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന നോവലിലെ ഏതാനും കഥാപാത്രങ്ങളാണ് ഞങ്ങളിവിടെ അഭിനയിക്കാൻ പോകുന്നത്. ഞാൻ ഈ കൃതിയിലെ പാത്തുമ്മ. ഞാൻ ഈ കഥയിലെ കുഞ്ഞിപ്പാത്തു. ഞാൻ ഈ കഥയിലെ ബഷീർ. ഞാൻ ഈ കഥയിലെ കുഞ്ഞിപ്പാത്തുവിൻ്റെ ഗുരുനാഥയാണ്. എൻ്റെ കുഞ്ഞിപ്പാത്തു, ഇസ്ലാമികളാണെങ്കിലും അയൽപ്പക്കക്കാരോട് കൂട്ടുകൂടരുത്. ഇങ്ങേ ആലമക്കാരുടെ പുന്നാരമോളുടെ പുന്നാരമോളാ. എൻ്റെ ഉപ്പൂപ്പാക്കേ വലിയൊരാനയുണ്ടായിരുന്നു, വലിയ കൊമ്പനാന. എൻ്റെ പുന്നാരാനേ, ഇതാണ് ഭാഗ്യമറുതെ. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഹജ്ജിന് പോകാൻ. ഇവിടെ കല്യാണത്തിന് ഇവിടെ ബാപ്പേൻ്റെ പട്ട ഹൈമക്കാടെ കൂട്ടരെ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ലെങ്കിലും എൻ്റെ കുഞ്ഞിപ്പാത്തുവിൻ്റെ കല്യാണം നടക്കും. ഇവിടെ ആനമക്കാരുടെ പുന്നാരമോളുടെ പുന്നാരമോളാ. എൻ്റെ ബാപ്പ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് അതിൻ്റെ മേലെ കയറിയിട്ടാ. ഇതാ വാപ്പ വരുന്നുണ്ട്. പത്തിരൊന്ന് ചുട്ടുവിടുമ്മ, പാപ്പ കാത്തിരിക്കുന്നു. എന്തെങ്കിലും ഒരു പണി ചെയ്. ഞാനേ ആനമക്കാരുടെ പുന്നാരമോളാ. എൻ്റെ ഉപ്പാക്ക് ഒരു വലിയ ആനയുണ്ടായിരുന്നു, വലിയ കൊമ്പനാന. പെണ്ണായി പെരുന്ന തീ പിടിപ്പിക്കാൻ അറിയണം. ഞാനേ ആനമക്കാരുടെ പുന്നാരമോളാ. എൻ്റെ ഉപ്പുപ്പാക്ക് വലിയൊരു ആനയുണ്ടായിരുന്നു, വലിയ കൊമ്പനാന. എടി ആ നാവും നടക്ക്, അല്ലെങ്കിൽ മൂക്കി കയറ്റി പിടിക്കോ. ഞാനേ ആനമക്കാരുടെ പുന്നാരമോളാ. എനിക്ക് മാനേഴ്സ് ഉണ്ട്. പൊന്നുമ്മ ഒന്ന് ചുമ്മാ ഇരി. സുന്ദരി, നിന്റെ പേരെന്താ? എൻ്റെ പേര് സുന്ദരി എന്നല്ല, ബുദ്ധൂസേ, സുന്ദരി എന്ന് പറയണം. ആട്ടെ, പേരെന്താ? കുഞ്ഞിപ്പാത്തു. എന്നെ എന്തിനാ ബുദ്ധൂസ എന്ന് വിളിച്ചണേ? ബുദ്ധൂസേ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ പരിണാമമാണ്. എൻ്റെ ഇക്കാക്ക പറഞ്ഞത്. നീ ഏത് ജാതിയാ? മുസ്ലിം. നമ്മളെ മതിയാ? അല്ല, ഞങ്ങളാണ് ശരിയായ മുസ്ലിം. എൻ്റെ ഉപ്പൂപ്പൊക്കെ ഒരു വലിയ ആന ഉണ്ടായിരുന്നു, നിന്റെ അടുത്തുണ്ടോ? എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. അതിലാണ് അദ്ദേഹം കൂലിപ്പണിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ആട്ടെ, ഇതൊന്ന് വായിച്ചേ. എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് വായനയും എഴുത്തൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പോണു, പിന്നെ വരാം. വാപ്പാ, വാപ്പാ, എന്നെ എന്നാ എഴുത്തും വായനയും പഠിപ്പിക്കുന്നേ? ഓ, ഏത്ത് പഠിച്ചിട്ട് ഇനി വലിയ ഗാഫറാന്ന് എന്നാ ചോദിക്കുന്നേ? ഒരു മുസ്ലിം പെൺകുട്ടിയായാൽ അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല, പറയുന്നത് അനുസരിക്കണം. ഇന്നു മുതൽ ഞാൻ എൻ്റെ ഗുരുനാഥയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. വാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വാക്ക് പറയൂ. വൈ എന്നല്ല, വഴി എന്ന് പറയണം. ആട്ടെ, മറ്റൊന്ന് പറയൂ. വൈദ്യനിങ്ങ. എൻ്റെ ഇക്കാക്ക നിസാർ അഹമ്മദ് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത്. ആണോ?